ഹലോ ഫ്രണ്ട്സ്, വണ്ടി മഹീന്ദ്ര quanto C8 മോഡലാണ്. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിസ്സിങ് ആണ്. അതുപോലെ വണ്ടി നമ്മൾ റേസ് ചെയ്ത് പോകുമ്പോഴും നല്ല മിസ്സിങ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് ദൂരം ഉണ്ടാവും, ഒരു 5-6 കിലോമീറ്റർ വരെ ഇതേ സെയിം കംപ്ലൈൻറ്റ് കാണിക്കും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നോർമലിലേക്ക് വരും. എന്നാലും ആ പക്ക നോർമലല്ല, ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള മിസ്സിങ് ഇതിനകത്ത് കിട്ടില്ല. ആ മിസ്സിങ് വരുന്ന സമയത്ത് നമുക്ക് ഈ എൻജിൻ ചെക്ക് എന്നുള്ളൊരു സിമ്പലും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. വണ്ടി ഏകദേശം 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ കംപ്ലൈൻ്റ് എന്ന്. മഹീന്ദ്ര ഇന്ത്യ ലീക്ക് ഉണ്ടോ? വെഹിക്കിൾ സെലക്ഷൻ, പാസഞ്ചർ, quanto C8, സിസ്റ്റം സെലക്ട്. നമുക്ക് എല്ലാം ഇപ്പോൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല, നമുക്ക് എൻജിൻ മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ സിസ്റ്റം സെലക്ഷൻ എടുത്തത്. എൻജിൻ മാനേജ് സിസ്റ്റം, റീഡ് ഫോൾട്ട് കോഡ്, P0299 എന്നാണ് കാണിക്കുന്നത്. ഡീവിയേഷൻ ഓഫ് ഇൻടേക്ക് പ്രഷർ കൺട്രോൾ എബോവ് ദ കറണ്ട് മാക്സിമം ലിമിറ്റ്. ഇതിപ്പോൾ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് മറ്റേ എയർ സംബന്ധമായിട്ടുള്ള കംപ്ലൈൻ്റ് ആണ്. ഒന്നിൽ EGR ബ്ലോക്ക് ആയിട്ടുണ്ടാവും, അതല്ല എന്നുണ്ടെങ്കിൽ എയർ ഫിൽട്ടർ ബ്ലോക്ക്, എയർ ഫ്ലോ സെൻസറിൽ കറക്റ്റ് എയർ റീഡ് ആകുന്നില്ല. ഈ എയറിൻ്റെ സംബന്ധമായിട്ടുള്ളൊരു ഇൻടേക്ക് പ്രഷർ എന്നാണ് കാണിക്കുന്നത്. കണ്ടോ, ഇൻടേക്ക് പ്രഷർ കൺട്രോൾ, എയർ സംബന്ധമായിട്ട് എന്തോ ഒരു ഇഷ്യൂ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടർബോ ഇൻ്റർകൂളർ, ടർബോയിൽ ലീക്ക് ഉണ്ടോ നോക്കുക, പിന്നെ ഇൻ്റർകൂളർ നോക്കുക, അതുപോലെ എയർ ഫ്ലോ സെൻസർ നോക്കുക, അതുപോലെ തന്നെ മറ്റേ EGR വാൾവും കൂടെ ഒന്ന് നോക്കുക. എന്നാലും നമുക്കൊന്ന് അഴിച്ച് നോക്കാം എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത്. ഏതെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഈ കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ കോഡ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ടർബോ ഇൻ്റർകൂളറും അതുപോലെ തന്നെ EGRും എയർ ഫ്ലോ സെൻസറും ഒന്ന് നോക്കാം. നമുക്ക് എയർ ഫ്ലോ സെൻസർ വരുന്നത് ഇവിടെയാണ്. ഇതിൽ മറ്റേ സ്കോർപ്പിയോയിലൊക്കെ വരുന്നത് പോലെ, പഴയ സ്കോർപ്പിയോയിലൊക്കെ വരുന്ന പോലെ ഇൻഡിക്കേറ്റർ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ ഇതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. അതുപോലെ എയർ ഫിൽറ്റർ ഒന്ന് നമുക്കൊന്ന് നോക്കണം. പിന്നെ നമുക്ക് ഇൻ്റർകൂളറാണ് നോക്കണം. നമുക്ക് ടർബോ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ പൈപ്പ് ഒന്ന് വിടിയിച്ചിട്ടൊന്ന് എയറിൻ്റെ ഫ്ലോൻ്റെ പ്രഷർ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് നോക്കാം. എയർ ഫ്ലോ നമുക്ക് ഇതിനകത്ത് കാണിക്കുമ്പോൾ സ്കാനറിനകത്ത് കറക്റ്റ് റീഡിങ് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ വരുന്ന EGRൻ്റെ പൈപ്പ് ഇതാണ് വരുന്നത്. EGRൻ്റെ വാൾവ് ഇപ്പുറത്താണ്. ഈ കവർ അഴിച്ചാൽ കറക്റ്റ് കാണാൻ പറ്റും. അടിയിലായിട്ടാണ് EGRൻ്റെ വാൾവ് വരുന്നത്. അത് നമുക്ക് അഴിച്ചൊന്ന് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ കവർ 310 ബോൾട്ടാണുള്ളത്. ആ കവർ അഴിച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ളത് നോക്കണ്ടായിരുന്നു. ഇതിലിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതിൽ ടർബോയിലേക്ക് കറക്റ്റ് വാക്വം ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റൈസേ വേണ്ട, കറക്റ്റ് വാക്വം ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ വർക്ക് ആവുന്നുണ്ട്. വേണ്ട, ലെഗ് കാണുന്നില്ലേ, അത് കറക്റ്റ് വർക്ക് ആവുന്നുണ്ട്. ടർബോയിലെ വാൾവ് കറക്റ്റ് വർക്ക് ആവുന്നുണ്ട്, പക്ഷേ ഇതിലേക്ക് കറക്റ്റ് വർക്ക് ആവുന്നില്ല. EGRൻ്റെ വാൾവ് കറക്റ്റ് വർക്ക് ആവുന്നില്ല. അത് നമുക്ക് ഈ ഗ്യാപ്പിൽ കൂടെ ഒരു ഡയഫ്രം കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും താഴത്തേക്ക് മുകളിലേക്ക് ഇളകുന്ന മാറ്റാൻ പറ്റും. നമ്മൾ കൊടുക്കുമ്പോൾ അത് മുകളിലേക്ക് പൊങ്ങും, വിട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് വരും. നിർത്തി കഴിഞ്ഞാൽ താഴത്തേക്ക് വരും. അത് കറക്റ്റ് വർക്കിംഗ്. ഇതിൽ വാക്വം കറക്റ്റ് വരുന്നുണ്ട്. നമ്മൾ റേസ് ചെയ്യുമ്പോൾ ഇതിൽ വാക്വം കറക്റ്റ് വരുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഇത് കറക്റ്റ് വർക്ക് ചെയ്യുന്നില്ല. റേസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ചില സമയത്താണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ കംപ്ലീറ്റ് ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. റൈസേ ഇപ്പം ഇല്ല, കണ്ടോ. പക്ഷെ ഇതിൽ വാക്വം ക്രിയേറ്റ് ആകുന്നുണ്ട് ഹോസിൽ, പക്ഷെ ഡയഫ്രം കറക്റ്റ് വർക്ക് ആവുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ EGRൻ്റെ വാൾവ് ഒന്ന് അഴിച്ചിട്ട്, ചിലപ്പോൾ സ്റ്റക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ് ആ കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ EGRൻ്റെ വാൾവ് ഒന്ന് അഴിച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം.
അതുപോലെ തന്നെ എയർ മറ്റേ എയർഫ്ലോ സെൻസറും അയച്ച് ക്ലീൻ ചെയ്തിടാം അതിനകത്ത്. ഇതിൻ്റെ എയർ ഫിൽറ്റർ അയക്കാനായിട്ട് ചുറ്റും വരുന്നൊരു അലങ്കിയുടെ ബോൾട്ട് ഉണ്ട്, ഒരു 6 വരും. അത് കംപ്ലീറ്റ് അഴിച്ചു മാറ്റാം, 6-7 വരും. അത് അഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് എയർ ഫ്ലോ സെൻസർ അഴിക്കാം. എന്നാൽ മാത്രമേ മറ്റേ 10-ൻ്റെ നമുക്ക് അടിയിലും മുകളിലത്തെയും കറക്റ്റായിട്ട് അഴിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ എയർ ഫ്ലോ സെൻസർ അഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എയർ ഫിൽറ്റർ ഇതിനകത്ത് കുഴപ്പമില്ല, നല്ല ഫിൽറ്റർ തന്നെയാണ്. ഇത് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തൊട്ടാൽ തന്നെ അത് ഇങ്ങനെ പുരു വരും. ഇതിനകത്ത് വലിയ കുഴപ്പമില്ല. അതുപോലെ എയർ ഫ്ലോ സെൻസറിലും വലിയ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല. മിക്ക ഈ മഹീന്ദ്രയുടെ വണ്ടികൾക്ക് ഈ കൂടുതലും കംപ്ലൈൻറ്റ് വരും നമ്മൾ എയർ ഫിൽറ്റർ ഈ അലങ്കിയായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അഴിക്കാൻ മടിച്ചിട്ടേ അങ്ങനെ ഓടിക്കും. അങ്ങനെ ഓടിക്കുമ്പോൾ ഇതിങ്ങനെ തരിതരിതായിട്ട് പൊടിയായിട്ട് ഈ എയർ ഫ്ലോ സെൻസറിൻ്റെ ഉള്ളിൽ അങ്ങനെ കംപ്ലീറ്റ് വന്ന് അടഞ്ഞു നിൽക്കും. ഈ ഗ്യാപ്പിൽ അടഞ്ഞു നിൽക്കുമ്പോൾ ഇതിൻ്റെ മറ്റേ എന്താ പറയുക, എയർ സക്കിങ് കുറയുകയും ചെയ്യും. അതുപോലെ പുള്ളിങ് പക്കയായിട്ട് പോവുകയും ചെയ്യും. ഇതിനകത്ത് കുഴപ്പമില്ല. എന്തിനും നമുക്ക് എയർ ഫ്ലോ സെൻസർ ഒന്ന് അഴിച്ച അവസ്ഥയ്ക്ക് ക്ലീൻ ചെയ്തിടാം. അതിനകത്ത് മാനിഫോൾഡിൻ്റെ ഉള്ളിലും അത്രത്തോളം ഡസ്റ്റ് ഉണ്ട് അതിനകത്ത്. എന്താ നമുക്ക് കാർബണാണ്, കംപ്ലീറ്റ് കാർബണാണ്. അതുപോലെ തന്നെ EGR പക്ക ബ്ലോക്ക് തന്നെയാണ്. എന്താ നമുക്കിത് പക്കയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. EGRൻ്റെ പൈപ്പ് നമുക്ക് അഴിച്ചെടുക്കാം, അഴിച്ച് ക്ലീൻ ചെയ്യാം. എന്തായാലും കംപ്ലീറ്റ് അഴിച്ച് ക്ലീൻ ചെയ്താൽ തന്നെ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോളൊക്കെ ഭയങ്കര അടവാണ് ഇതിനകത്ത്. എന്നാലും കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്താൽ മതി. നമുക്ക് EGRൻ്റെ പൈപ്പ് അഴിക്കാനായിട്ട് ഇവിടെ ഒരു പൈപ്പിൻ്റെ ഒരു മൗണ്ടിങ് ബോൾട്ട് 12. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ നിന്നാണ് അഴിച്ചെടുക്കേണ്ടത്, ഈ ഭാഗത്തുനിന്ന് അഴിച്ചെടുക്കാം. അതിനായിട്ട് 12-ൻ്റെ 2 ബോൾട്ട് ഉണ്ട്. ആ 2 ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോസിൻ്റെ ഒരു ക്ലിപ്പും ഉണ്ട് കൂളൻറ്റിൻ്റെ. ഇത് അഴിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. ഇത് കംപ്ലീറ്റ് ഫുള്ള് സ്റ്റക്കാണ് ഇതിനകത്ത്. നമ്മൾ ഹാൻഡ് കൊണ്ട് പ്രസ് ചെയ്താൽ തന്നെ ഇത് ഉള്ളിൽ പോകേണ്ടതാണിത്. കംപ്ലീറ്റ് ഫുൾ സ്റ്റക്കാണിത്. അത് മാത്രമല്ല നമ്മൾ വാക്വം വലിക്കുമ്പോഴും നോ ആക്ഷൻ, ഇത് സ്റ്റക്കായി നിൽക്കുകയാണ് ഇതിനകത്ത്. എന്തായാലും നമുക്കിതൊന്ന് അഴിച്ച് ഫുള്ളായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ EGR വാൾവ് കംപ്ലീറ്റും ഫുള്ളായിട്ട് പക്ക ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ വർക്കിംഗ് കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വായു കൊണ്ട് വലിച്ചാൽ തന്നെ നമുക്ക് മുകളിലേക്ക് പൊങ്ങുന്നതായിട്ട് കാണാം അതിനകത്ത്. പിന്നെ നമുക്ക് ഈ EGR വാൾവ് ഒന്ന് അതായത് കയറ്റിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ അതിൻ്റെ EGR വാൾവ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. EGR വാൾവ്, മാനിഫോൾഡ്, ടർബോ ഇൻ്റർകൂളർ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ RPM ഒക്കെ നോർമൽ RPM ഒക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ റേസ് ചെയ്യുമ്പോൾ വണ്ടി ഓഫ് ആവുന്നത് പോലെ നമുക്കൊരു ഫീൽ ചെയ്യും. എന്താ വെച്ചാൽ റേസ് ആവില്ല. ഇപ്പോൾ അത് ഓക്കെയാണ്, കറക്റ്റ് റൈസ് ആവുന്നുണ്ട്. അതുമാത്രമല്ല നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ചുമ്മാ ഒന്ന് ക്ലച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവില്ല. വണ്ടി ഇടിച്ച് അങ്ങനെ ഓഫ് ആവുന്നത് പോലെ ഒരു ഫീൽ. ഇപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ക്ലച്ച് ഫുള്ളായി റിലീസ് ചെയ്തു, ആക്സിലറേഷൻ ഞാൻ കാല് കൊടുത്തിട്ടില്ല. വണ്ടി കറക്റ്റായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോർമലിൽ മൂവ് ആവുന്ന ആ ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ആക്സിലറേഷൻ കൊടുക്കുമ്പോഴും അതേപോലെ പക്കയായിട്ട് തന്നെ കയറി പോകുന്നുണ്ട് വണ്ടി. നേരത്തെ എങ്ങനെയല്ല, നേരത്തെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് തന്നെ ആക്സിലറേഷൻ കൊടുത്താലും വിട്ട് പിടിച്ചിട്ട് വണ്ടി ഓഫ് ആവുന്ന ഒരു രീതിയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പക്കയായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓക്കെയാണ്, നല്ല സ്മൂത്തും ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ നല്ല പുള്ളിങ്ങും കിട്ടുന്നുണ്ട്. ആ EGR അഴിച്ച് ക്ലീൻ ചെയ്തതിൻ്റെ നല്ലൊരു ഫീല് വണ്ടിക്കകത്ത് നല്ലവണ്ണം തന്നെ ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.